ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ അറബിക് കലിഗ്രാഫി ക്ലാസ്സിൻ്റെ ലെസൺ 1 ആണ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ് ഇത്. ഓക്കെ, ഇഷ്ക് വ്ളോഗ്സിൻ്റെ അറബിക് കലിഗ്രാഫി കോഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 28 ലെറ്റേഴ്സാണ്. അതിൻ്റെ റൂൾസും അത് തുളുത്ത് സ്ക്രിപ്റ്റിലാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാ. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബാംബു കലമാണ്. ഓക്കെ, നമുക്ക് ഒത്തിരി കലംസൊക്കെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ ബാംബു കലംസിന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പഠിക്കുന്നവർ ബാംബു കലം തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു കലം ഹോൾഡ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ പലരും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കലമൊക്കെ കാണുന്നതും ഇതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ചെറിയ മക്കളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ചെറിയ മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡീറ്റെയിൽസ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു പെന്ന് നമ്മൾ എങ്ങനെയാണോ പെന്ന് പിടിക്കുന്നത് വെച്ചാൽ അത് സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ കലമും ഹോൾഡ് ചെയ്യുക. പെന്ന് നമ്മൾ എങ്ങനെയാണോ എഴുതാനായിട്ട് പിടിക്കുന്നത് വെച്ചാൽ അതേ രീതിക്ക് തന്നെ ഈ ഒരു കലം യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഈ ഒരു നമുക്ക് കാണാനായിട്ട് പറ്റും, ഒരു വലിയ സൈഡും ഈ ഒരു കട്ടായിട്ടാണല്ലോ വരുന്നത്, ഒരു ചെരിഞ്ഞിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ. അപ്പോൾ ഈ ഒരു വലിയ ഭാഗം നമ്മളിൽ നിന്ന് ദൂരോട്ടേക്ക് വെക്കുക. അപ്പോൾ ഈ ഒരു ചെറുത് വരുന്ന ഈ ഒരു ഭാഗം നമ്മളിൽ നിന്ന് നമ്മുടെ അടുത്ത് വെക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു കലം ഒക്കെ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഒരു ഡയറക്ഷനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രി എന്തൊക്കെയാണ് അതിൻ്റെ ഡിഗ്രിയും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓരോ ഡിഗ്രി അളവിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വരച്ച് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് നോക്കുക. ഒരു നോട്ട്ബുക്ക് ഇതിനായിട്ട് ഒരു കാലിഗ്രാഫിക്ക് വേണ്ടിയിട്ട് തന്നെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് അതിൽ എല്ലാം കൂടെ എഴുതി വെക്കുക കേട്ടോ. ഇതിൽ 90 ഡിഗ്രിയും 70 ഡിഗ്രിയും 80 ഡിഗ്രിയും 45 ഡിഗ്രിയാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. 19 ഡിഗ്രി, 80 ഡിഗ്രി, 70 ഡിഗ്രി, 45 ഡിഗ്രി. അപ്പോൾ ഇതെന്തിനാണ് ഹോൾഡ് ചെയ്യുന്നത്, ഇത് എന്തിനാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നത് വെച്ചാൽ നമ്മൾ ലെറ്റേഴ്സ് എത്ര ഡിഗ്രിയിലാണ് ഹോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നുക്ത എത്ര രീതിയിലാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ എല്ലാം ഡിഗ്രീസൊക്കെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒന്ന് കലം ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പലർക്കും നമ്മൾ ഈ ഒരു ലൈൻസ് ഒന്നും വരക്കാതെ 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആർക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ കലം നമ്മൾ കറക്റ്റ് പെന്ന് പിടിക്കുന്നത് പോലെ തന്നെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിടിച്ച ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് ഡയറക്ഷൻ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ലെറ്റേഴ്സിൻ്റെ ആംഗിൾ. ഓക്കെ, ഈ ഒരു ആംഗിളിൽ വേണം പിടിക്കാനായിട്ട് 80 മുതൽ 70 ഡിഗ്രി വരെ. അതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര ഇതിൽ വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ 80 മുതൽ 70 ഡിഗ്രി വരെ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നുക്ത ഇട്ടിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ ഓരോ നുക്ത ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നത്. നുക്ത എന്ന് വെച്ചാൽ ഒരു മീസാനാണ്, ഒരളവാണ്. അപ്പോൾ ഓരോ ലെറ്റേഴ്സിനും ഓരോ മീസാനുണ്ട്. ആ ഒരു മീസാൻ കണക്കാക്കുന്നത് നുക്ത വെച്ചിട്ടാണ്. ഓക്കെ, ഞാനൊരു നുക്ത ഇട്ട് കാണിച്ചു തരാം. നമ്മൾ 45 ഡിഗ്രിയിലാണ് നുക്ത വരയ്ക്കേണ്ടത്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് നുക്ത. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്വയറാണ്, പക്ഷേങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ഇതിൻ്റെ പേരാണ് നുക്ത. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എഴുതി വെക്കുക. കാരണം വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെയൊക്കെ നെയിംസ് പഠിക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ് നാളെ തന്നെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.